സംസ്ഥാനത്ത് ആദ്യമായി ഒരു ഗോത്ര ഭാഷയ്ക്ക് നിഘണ്ടു തയ്യാറായിരിക്കുകയാണ്. മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ എന്ന ഭാഷയ്ക്കാണ് മലയാളത്തിൽ നിഘണ്ടു ഒരുങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് കക്കോട് സ്വദേശിയായ ബാബുവാണ് ഭാഷയെ ചേർത്തു പിടിക്കാനായി മുന്നോട്ടിറങ്ങിയത്. സമുദായത്തെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് കൂടുതൽ അറിയാൻ കഴിയുന്ന വിധമാണ് നിഘണ്ടുവിന്റെ രൂപകൽപ്പന. ఈ కుమ్మర భాష చెప్పేదే ఎంతో కాలం ముందుగా ఆంధ్రని వచ్చి ఏడ కాపుంటిని వారి സംസ്കാരമാണ് വാരി ഭാഷാനും എലിമെടി കാര്യങ്ങൾ ഒതുങ്ങിക്കൊണ്ട് കുറച്ചും കാലം വേണ്ടിയുണ്ട്. ഈ ഭാഷ മക്ക സൊമ്മ തിറക് കാണാം എന്ന് പറഞ്ഞാൽ ഈ ഭാഷ ഞങ്ങൾക്ക് നിധി പോലെയാണ് എന്നർത്ഥം. ഞാനിപ്പോൾ സംസാരിച്ചത് കുംഭാര സമുദായത്തിന്റെ മാതൃഭാഷയായ കുമ്മറയാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ഗോത്ര ഭാഷയ്ക്ക് നിഘണ്ടു തയ്യാറാവുകയാണ്. നിധി എന്നർത്ഥം വരുന്ന സൊമ്മ എന്നാണ് ഈ നിഘണ്ടുവിന് പേരിട്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആന്ധ്രാപ്രദേശിൽ നിന്ന് കുടിയേറിയവരാണ് കേരളത്തിലെ മൺപാത്ര നിർമ്മാതാക്കളായ കുംഭാര സമുദായക്കാർ. ഇവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷ ഓരോ ദിവസവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. തെലുങ്കിൽ നിന്നാണ് കുമ്മറ ഭാഷയുടെ ജനനം. എന്നാൽ ഈ ഭാഷയ്ക്ക് ലിപിയില്ല എന്നതാണ് ഇവർ നേരിടുന്ന വലിയ പ്രതിസന്ധി. അന്നം നിന്നു പോകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഭാഷയെ സംരക്ഷിക്കാനായി കോഴിക്കോട് കക്കോടി സ്വദേശിയായ ബാബു ഇറങ്ങിയത്. 5 വർഷം നീണ്ട യാത്രയ്ക്കും പഠനത്തിനും ശേഷമാണ് നിഘണ്ടു തയ്യാറാക്കിയത്. അവരുടെ തനതായ ഗോത്ര ഭാഷയിൽ അറിയപ്പെടുന്ന കുമ്മറ എന്നാണ്. കുമ്മറ എന്നുള്ള പ്രാകൃത തെലുങ്ക് ഭാഷയിൽ നിന്ന് ഉരുത്തിയിട്ടാണ് കുമ്പാരം എന്നുള്ള മലയാള വാക്ക് വന്നത്. ഒരു 50 വർഷം മുന്നുള്ള അപേക്ഷിച്ചിട്ട് ഈ ഭാഷയ്ക്ക് ഒരുപാട് അപജയം സംഭവിച്ചിട്ടുണ്ട്. ഈ ഭാഷയിൽ നിന്ന് ആളുകൾ, ഈ സമുദായത്തിലെ ആളുകൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഷേനെ അതിൻ്റെ തനതായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനൊരു നിഘണ്ടു എന്നൊരാശയത്തിലേക്ക് വരുന്നത്. നിഘണ്ടു തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ബാബു ആന്ധ്ര, തെലങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം കറങ്ങി. പഴയ തലമുറയിൽപ്പെട്ടവരോട് സംസാരിച്ചു. വാമൊഴിയും ചരിത്ര ലിഖിതങ്ങളും അനുമാനങ്ങളും എല്ലാം ശേഖരിച്ചു. 1500 വാക്കുകളും അർത്ഥപദങ്ങളും നിഘണ്ടുവിലുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുംഭാര സമുദായത്തിന്റെ ചരിത്രം നിഘണ്ടുവിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നന്നായി മലയാളം അറിയാമെങ്കിലും കുമ്മറ ഭാഷ ഇവർ വീട്ടിൽ സംസാരിക്കൂ. ഇന്നീ ഭാഷ അന്യം നിന്നു പോകുന്നതിന്റെ വിഷമത്തിലാണ് ഇവരിൽ പലരും. അതുകൊണ്ട് തന്നെ ഭാഷയെ മുറുകെ പിടിക്കാനാണ് തീരുമാനം. കാരണം നിഘണ്ടുവിന്റെ പേര് പോലെ തന്നെ ഈ ഭാഷ ഇവർക്ക് നിധിയാണ്. എം എൻ നിധീഷിനോടൊപ്പം ദിലിഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.